ആന്റണി ജി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, ഈ ഒരു വെടിനിർത്തൽ ധാരണ അല്ലെങ്കിൽ വിക്രം മിശ്രി നടത്തിയ ഒരു പരാമർശത്തെ പരിപൂർണമായും തള്ളുന്നൊരു നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ളതൊക്കെയാണ് നമുക്ക് വ്യക്തമാകേണ്ടത്, അല്ലേ? തീർച്ചയായും 5 മണിക്കാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് ധാരണയായത്, അത് നിലവിൽ വന്നത്. പക്ഷേ അല്പസമയം മുമ്പ് വീണ്ടും ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പലയിടങ്ങളിലും പ്രത്യേകിച്ച് ജമ്മു മേഖലയിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പ്രധാനമായും പുറത്തേക്ക് വരുന്നത്. അവിടെ സ്ഫോടന ശബ്ദം കേട്ടുവെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ പറയുന്നുണ്ട്. വെടിയൊച്ചയുടെ ശബ്ദമാണ് കേട്ടത് എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് രജൌരി അതുപോലെ തന്നെയുള്ള മേഖലകളിൽ ഈ ഷെല്ലാക്രമണം എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. ആർഎസ്പുര, അഖ്നൂർ മേഖലകളിൽ ഷെല്ലാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരമുണ്ട്. ഇപ്പോൾ ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം അല്ലെങ്കിൽ ഡ്രോണുകൾ അതിർത്തിയിൽ പറത്തി എന്നുള്ളത് നേരത്തെ രാജസ്ഥാനിലടക്കം ഇത്തരത്തിൽ ഡ്രോണുകൾ വന്നിരുന്നു. അങ്ങനെ ബാർമർ എന്ന ആ മേഖലയിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ പലയിടങ്ങളിലും അടിയന്തര സാഹചര്യം എത്തിയിരിക്കുന്നു. ഡ്രോണുകൾ വീണ്ടും പാകിസ്ഥാന്റെ ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. ഏതായാലും സൈന്യം അതിന് ശക്തമായ തിരിച്ചടി നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും എന്താണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച മണിക്കൂറുകളാകുന്നില്ല, അധികം സമയം പിന്നിടുന്നില്ല, അതിനു മുമ്പാണ് വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രകോപനം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ധാരണ പൂർണ്ണമായും തെറ്റിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഏതായാലും എന്താണ് നിലവിലെന്നുള്ള അറിയില്ല. ഏതായാലും ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ്, അതിനെ വെടിവെച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബ്ലാക്ക് ഔട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ സമാധാനത്തിലേക്ക് എന്ന് കരുതുകയായിരുന്നു. ജമ്മു കാശ്മീർ അടക്കം ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടുകൂടി ഒരു സാധാരണ ജീവിതത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് മാറാൻ ഒരുങ്ങുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഷെല്ലാക്രമണ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതിന് പുറമെ ജമ്മു കാശ്മീരിലും രാജസ്ഥാനിലും മേഖലകളിൽ ഇപ്പോൾ ഈ ഡ്രോണുകൾ കൂടി വരുന്നു എന്നുള്ള വിവരം വരുന്നത്. പത്താൻകോട്ട്, ഫരീദാബാദ് എന്നീ ഭാഗങ്ങളിലും ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നിലവിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി നിലവിൽ വരുന്നു. വെടിനിർത്തൽ കരാറിന്റെ ലംഘനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇന്ത്യൻ സൈന്യവും ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ആന്റണി, എന്തായാലും ഈ ഒരു വെടിനിർത്തൽ ധാരണ ലംഘിച്ചിരിക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്നുള്ളത്. അതിർത്തിയിൽ പാക് ഡ്രോണുകൾ അങ്ങനെ വിഹരിക്കുകയാണ്. ആന്റണി, ഏറ്റവും പ്രധാനമായും ഈ ഒരു സംഭവം അല്ലെങ്കിൽ വെടിനിർത്തൽ ധാരണയായതായി ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി ഏറ്റവും ആദ്യം സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ ഇനിയുള്ള അമേരിക്കയുടെ നിലപാടിനും അല്ലെങ്കിൽ പാകിസ്ഥാനോടുള്ള അമേരിക്കയുടെ നിലപാടും കടുപ്പിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ ഇപ്പോഴത്തെ ഈ ഒരു പാകിസ്ഥാന്റെ ഈ ഒരു നടപടികൾ? അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങൾ അമേരിക്ക പാകിസ്ഥാനൊപ്പം നിൽക്കുമോ എന്നുള്ള ചോദ്യം കൂടിയാണ് ഇനിയുള്ള സമയത്ത് ഇപ്പോൾ ഈ ഒരു നിലവിൽ ഉയരുന്നൊരു പ്രധാന ചോദ്യം. ഇക്കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം പാകിസ്ഥാനാണ് മുൻകൈ എടുത്ത് ഇന്ത്യയെ ഒരു വെടിനിർത്തലിന് വേണ്ടി, ഒരു ചർച്ചയ്ക്ക് വേണ്ടി സമീപിച്ചത്. വൈകിട്ട് 3:30 DGMO പാകിസ്ഥാന്റെയാണ് ഇന്ത്യയെ വിളിക്കുന്നത്, വെടിനിർത്തലിന് തയ്യാറാണെന്ന് അറിയിക്കുന്നത്. പക്ഷേ അത് പിന്നിട്ട് മണിക്കൂറുകൾ ഇപ്പോൾ കഴിയുന്നില്ല. അതിന് മുൻപ് തന്നെ ഇപ്പോൾ ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഉധംപൂരിലടക്കം, രാജസ്ഥാനിലെ ഉധംപൂരിലൊക്കെ ഡ്രോൺ ആക്രമണത്തിനുള്ളൊരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ബാർമർ എന്ന പ്രദേശത്ത് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് എന്ന നിലയിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാണ് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയാണ്, ഈ ശ്രീനഗറിലാകെ വെടിയൊച്ച കേൾക്കുന്നു, സ്ഫോടന ശബ്ദം കേട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. ഷെല്ലാക്രമണം വീണ്ടും നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. രജൌരി, അഖ്നൂർ മേഖലകളിൽ കഴിഞ്ഞ ദിവസവും സംഘർഷമുണ്ടായ മേഖലകളാണ്
ഇതെല്ലാം ആ മേഖലകളിലൊക്കെ വീണ്ടും അത്തരത്തിൽ ഈ ഷെല്ലാക്രമണവും വെടിയൊച്ചയും കേൾക്കുന്നു. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ രാജ്യാന്തര അതിർത്തിയിലും പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഡ്രോൺ പറത്തിയുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഡ്രോണുകൾ നേരത്തെ ഇന്നലെയും ഈ സമയമാകുമ്പോഴാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറന്ന് വരുന്നത്. ആക്രമണത്തിനായി ഇതെല്ലാം തകർത്ത് ഇന്ത്യ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ അതിന് പിന്നാലെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും എല്ലായിടത്തും ഇപ്പോൾ ശ്രീനഗർ മേഖലയിലടക്കം, അതുപോലെ തന്നെ ബാർമർ അടക്കമുള്ള മേഖലകളിൽ, ഉധംപൂർ അടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ കൃത്യമായ തിരിച്ചടി നൽകിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോണുകൾ വരുന്നു. പലയിടങ്ങളിൽ ഇപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ വെടിയൊച്ചയുടെ ശബ്ദം കേട്ടു എന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെ പറയുന്നു. അതുപോലെ തന്നെ പത്താൻകോട്ട്, ഫരീദ് കോട്ട്, ബാർമർ മേഖലകളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടായിരിക്കുന്നു. വീണ്ടും പ്രകോപനം എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ സൈന്യം തന്നെ അറിയിക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. സൈന്യം ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം എന്തായാലും സാധാരണ ദിവസങ്ങളിലേതുപോലെ തന്നെ ഉണ്ടാകും. ഏതായാലും പാകിസ്ഥാൻ മുൻകൈയെടുത്ത് നടത്തിയ ഒരു ചർച്ച എന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ ആ തരത്തിൽ മുമ്പോട്ട് പോയ ഒരു ചർച്ചയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമില്ലാതെ അല്ലെങ്കിൽ പോയിരിക്കുന്നത്. അതുതന്നെയാണ് പല ഭാഗങ്ങളിലും, ജമ്മു കാശ്മീരിലും ഒപ്പം തന്നെ രാജസ്ഥാനിലും എല്ലാം ശ്രീനഗറിലും ഒക്കെ വലിയ രീതിയിൽ പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു. പല അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ നിയന്ത്രണ രേഖയിൽ പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു. ഷെല്ലാക്രമണവും അതോടൊപ്പം തന്നെ ഡ്രോണുകളുമെല്ലാം ആ ഒരു മേഖലയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയുള്ള നീക്കങ്ങൾ കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇനി എന്ത് നീക്കമാണ് എന്നുള്ളതൊക്കെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ്. ആന്റണി, ഇന്ത്യ ഈ ഒരു വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചെങ്കിലും പാകിസ്ഥാന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കുമെന്നുള്ളത് തന്നെയാണ് പിന്നീട് ഈ ഒരു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈന്യം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നീക്കത്തിനും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ